ഹായ് എവ്രി വൺ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് അതെന്താണെന്ന് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ സെപ്പറേഷനോ ബ്രേക്കപ്പ് ഒക്കെ ആയവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അധികം ഓപ്പൺ അപ്പ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം അവരെന്താണ് നിങ്ങളിൽ നിന്നും ഹൈഡ് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഹൈഡ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ് പറയാതെ ഒളിപ്പിച്ച് വെക്കുന്നത് എന്ന് നോക്കാം. അവർ നിങ്ങളോട് കാണിക്കുന്നത് ജെന്യുവൻ ആയിട്ടാണോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെ തന്നെയാണോ അവരുടെ ഇൻസൈഡും അവരുടെ 5D സെൽഫ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്ന് റീഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിന് ഏഞ്ചൽ ആൻസേഴ്സും ലാസ്റ്റ് എടുക്കാം, അതിന് ലാസ്റ്റ് ചിറ്റ്സും കൂടി എടുത്ത് നമുക്ക് എൻഡ് ചെയ്യാം. ഇവിടെ പൈൽസോ ഒന്നും ഞാൻ വെക്കുന്നില്ല. ഓക്കെ, ജനറൽ റീഡിംഗ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പുതിയ ആളുകൾ വരുമ്പോൾ നിങ്ങൾ പഴയ 1 ഇയർ ബാക്ക് വീഡിയോസൊക്കെ കാണാം കേട്ടോ. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും അതെടുത്ത് എനിക്ക് പറഞ്ഞു തരാൻ എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ്. ഒന്ന്, അവരുടെ ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആയിട്ടുണ്ട്. വേൾഡ് കാർഡ്. അവരൊരു പുതിയ ബിഗിനിങ്സ് അവരുടെ ലൈഫ് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലോകം അവരാഗ്രഹിച്ച പോലെ വന്നില്ല. അതിൽ ബാക്കി അവരാഗ്രഹിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ സക്സസ് ആയില്ല, എന്നാൽ എന്തൊക്കെയോ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് വേൾഡ് കാർഡ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 10 ഓഫ് വാൻസ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. കുറച്ചുകൂടി കാർഡ്സ് എടുത്ത് നോക്കാം. പേജ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പറ്റി ഒരുപാട് മിസ് ചെയ്തിരുന്നു, പക്ഷെ അവർ തന്നെ തീരുമാനം എടുത്തു ഇനി പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കില്ല, ഒരു ന്യൂ സ്റ്റാർട്ട് എൻ്റെ ലൈഫിൽ. അതാണ് പേജ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആയിട്ടുള്ള. പേജ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോർഡ് ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് ബാക്കിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അവർ പഴയ കാര്യങ്ങൾ, പഴയ ആളുകൾ, പഴയ ഓർമ്മകൾ, ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അങ്ങനെ അവർക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം ആലോചിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. യെസ്, മേ ബി നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ചീറ്റിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, അവർ ജഗ്ലിംഗ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ബോട്ടം വില ഫോർച്യൂണാണ്. അതിന് താഴെ 2 ഓഫ് സോർഡ്സ് ഉണ്ട് കേട്ടോ. 4 ഓഫ് കപ്സ് ഉണ്ട്. 10 ഓഫ് കപ്സ് ഉണ്ട്. മയാലോക്കാണ്. ഓക്കെ, നോക്കാം നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് കൂടി എടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടി റീഡ് ചെയ്യാം. നല്ല രീതിയിലുള്ള റീഡിങ്സ് കിട്ടും. അപ്പോൾ അവർ ഹൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഡെയിലി ടാരോ റീഡിങ് കാണുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ഒരു കാർഡ്സിൻ്റെ മീനിങ് എന്ന്. യെസ്, നോ നീഡ് ടു വറി. നിങ്ങളോടും അവരോടുള്ള മെസ്സേജസ് ആണ്. മെഡിറ്റേഷൻ ചെയ്യൂ, ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യൂ. ഹെൽപ്ഫുൾ പീപ്പിൾ, സഹായം ചോദിക്കേണ്ടത് ചോദിക്കുക, മടി കാണിക്കരുത്. യെസ്, ഹെൽപ്പാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. ഹെൽപ്പ് ചോദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ബോട്ടം നോക്കാം. നോ. യെസ്, എന്താ പെർഫെക്റ്റ് ടൈമിങ്. ഓക്കെ, ഇതിൽ ഈ കാർഡ്സ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ ലൈഫിലൊരു കാര്യങ്ങൾ തീരുമാനിച്ചു, എൻ്റെ ലൈഫിൽ എനിക്ക് ഇനി ഇങ്ങനെ പോകണം, ഇനി എന്നെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പഴയ എല്ലാവരും അങ്ങോട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ലൈഫിലേക്ക് പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ അതാണ് ഡിവൈൻ ഫെമിനിൻ എനർജി. ഒരുപാട് അവർ കുറച്ച് ഇൻഡ്യൂറ്റീവ് എനർജിയുള്ള പേഴ്സൺസ് ആണ്, അല്ലെങ്കിൽ അവർക്കും ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്. അവരുടെ ഫെമിനിൻ എനർജിയെ കംപ്ലീറ്റ്ലി മൂടി വെച്ചിട്ട് അവർ മാസ്കുലിൻ സൈഡിലേക്ക്, 2 എനർജീസാണ്, ഇതിലൊരു സൈഡിൻ്റെ മാത്രം പിടിച്ച് പെട്ടെന്ന് മൂടി വെച്ചിട്ട് പോയതാണ്. കാരണം അവർ മെറ്റീരിയലിസ്റ്റിക് സൈഡ്, അവർ വിചാരിച്ചത് ഒരുപാട് അബണ്ടൻസ്, ഒരുപാട് സാധനങ്ങളും പൈസയും അങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിയും. പിന്നെ നിങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മെമ്മറീസ് ഒന്നും വരില്ല, അതൊക്കെ അങ്ങനെ മറന്നു പോകും. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് കൊണ്ടിട്ടാണ് അവർ പോകുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 2 ഇൻ ഗ്യാൻ,
ഇൻഡ്യൂട്ടീവാണ്, അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക്കാണ്. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ലൈഫ് ഇവർക്ക് കിട്ടും. കാരണം രണ്ട് എനർജീസ് ഇവർ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ എനർജിയിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ പറയുന്നത് വേൾഡ് റിവേഴ്സാണ് വന്നത് ആൻഡ് ടെമ്പറൻസ് കാണിക്കുന്നുണ്ട്. അവരാഗ്രഹിച്ച ലോകം ഇതൊക്കെ മറന്ന ഒരു പുതിയ ലോകം ഒരു ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ആ ക്രിയേറ്റ് ചെയ്ത ലോകത്ത് അവർക്ക് ഇതിൽ 4 സോഡിയാക് സൈൻസാണ് കാണിക്കുന്നത്. ഇതിൽ 4 മൃഗങ്ങളെയാണ് കാണിക്കുന്നത്. 4 സോഡിയാക്, ടോറസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ജെമിനി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ലൈഫ് വിചാരിച്ച പോലെ ഒന്നുമല്ല പോയത്. നെക്കഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ. ആൻഡ് ഈ പേഴ്സൺ എവിടെയാണ് നോക്കുന്നത്? പാസ്റ്റിലേക്ക് തന്നെയാണ്. അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആവാൻ വേണ്ടി നോക്കിയത്. പക്ഷെ ഫ്യൂച്ചറിൽ പോയപ്പോഴും അവിടെ ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് ഒന്നും എക്സൈറ്റിംഗ് ആയിട്ടുള്ളതൊന്നുമില്ല. പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സമാധാനമില്ല. എഗെയിൻ പാസ്റ്റിലേക്ക് നോക്കുമ്പോഴാണ് ഇവർക്കൊരു ജീവിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നിട്ടുള്ളത്. അവരുടെ ഹാപ്പിനെസ് ഒക്കെ ലൈ ചെയ്യുന്നത് പാസ്റ്റിലാണ്. ഇറ്റ് വാസ് ഗുഡ് മെമ്മറി എന്ന് പറയും. ഗുഡ് മെമ്മറി മാത്രമല്ല, അതൊക്കെയായിരുന്നു ബെറ്റർ ഡേയ്സ് എന്നൊക്കെ പറയുന്നത്. നല്ല നാളുകൾ, കൂടുതൽ മൊമെൻറ്റ്സ്, മെമ്മറീസ് ഉള്ള നാളുകൾ പണ്ടായിരുന്നു. അതാണ് ഈ പേഴ്സൺ അവിടേക്ക് നോക്കുന്നത്, 2 വാർഡ്സ് കൈ പിടിച്ചിട്ട്. നേക്കഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു അർത്ഥമല്ല, നമ്മളുടെ ആ ട്രൂത്ത്, അപ്പോഴാണ് റിയൽ ആയിട്ടുള്ള സത്യം പറഞ്ഞത്. മനസ്സിലായോ? അതാണ് ആ പേഴ്സൺ അങ്ങനെ ഒരു വേഷം കാണിക്കുന്നത്. നമ്മൾ സോൾ ലെവലിലേക്ക് അവരെ എത്താൻ ഹെൽപ്പ് ചെയ്തു ശരിക്കും. അവർ ആ ഒരു പൊട്ട ഡിസിഷൻസ് ആൻഡ് ടെമ്പറൻസ് അവർ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. നമ്മുടെ മെയിൻ എനർജി വരുന്നത് എന്താ? കർമ്മ ക്ലെൻസിങ് ആണ്. നമുക്ക് പ്ലൂട്ടോ എന്ന് പറഞ്ഞ പ്ലാനറ്റ് റിട്രോഗ്രേഡ് ആയിട്ടുണ്ട്. പ്ലൂട്ടോ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ റീബർത്തിനെ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ജനനം, അല്ലെങ്കിൽ എന്തിനാണ് ജനിച്ചത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി തരുന്ന ഒരു പ്ലാനറ്റാണ് പ്ലൂട്ടോ. മാസീവ് അവേക്കനിങ് നടക്കുമ്പോൾ അവേക്കനിങ്ങിനെ പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒരുപാട് ക്ലാരിറ്റികളും ഒരുപാട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഓരോരോ കുറവുകളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇനി മാറ്റേണ്ടത്, ഇതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും പ്ലൂട്ടോ. കാരണം നമ്മളെ അവേക്കനിങ്ങിൽ പുഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻസ്, നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്ലാനറ്റാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. അതിന് റിട്രോഗ്രേഡ് തുടങ്ങിയിട്ടുണ്ട്. കൂടെ മാസീവായിട്ടുള്ള പർജിങ്സിൻ്റെയൊക്കെ കൂടുതൽ പ്രഷർ കൂടി നിൽക്കുകയാണ്. നമ്മുടെ സോളാർ ലൈക്ക് നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ അധികം പ്രഷർ കൂടി നിൽക്കുന്നത്, എനർജി അത്രയും ഫാസ്റ്റായിട്ടും ഹെവി ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സിംറ്റംസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് ഗ്രൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. സോൾട്ട് ബാത്തൊക്കെ എടുക്കുക, ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്യാട്ടോ. എനിക്ക് ഇത് പറയണം, പെട്ടെന്ന് മറന്നു പോയതാണ് പ്ലൂട്ടോൻ്റെ കാര്യം, പെട്ടെന്ന് ഓർമ്മ വന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റീബർത്ത് നടന്നുകൊണ്ടിരിക്കും. നിങ്ങളെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി പ്ലൂട്ടോ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇറാഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങളിങ്ങനെ കൊണ്ടുപോകും. നിങ്ങളെ പഴയത് ചത്തുപോയി, ഇനി നിങ്ങളുടെ പഴയത് ശരിക്കും ഒരു മായാലോകത്തുണ്ടായി നിങ്ങളാണ്. മനസ്സിലായോ? അവിടെ നല്ല കണക്ഷൻസൊക്കെയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ ചിന്തകൾ എല്ലാം ഒക്കെ തെറ്റാണ്. തെറ്റും ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പഴയ ജനറേഷൻ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സപ്രസ് ചെയ്ത് ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതിൽ 1-2 ആളുകൾ മാത്രമാണ് നമ്മുടെ ഇഷ്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസും ഉള്ളൂ പഴയത്. ഇപ്പോൾ പിന്നെയും കുറച്ച് ചേഞ്ചസ് വന്നു. സൊസൈറ്റി കോൺഷ്യസ്നെസ്സാണ് അവർ കൂടുതലും അവർ വിചാരിക്കും ഇങ്ങനെ. അപ്പോൾ അതൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാസ്കുലിൻ്റെ സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ 2 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അവരുടെ ലൈഫിൽ എപ്പോഴും അവർ എന്ത് കാര്യം എടുക്കുമ്പോഴും ഫിനാൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. രണ്ട് പേരെ അല്ലെങ്കിൽ 2 ചോയ്സ് വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നോ നീഡ് ടു വറി, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് യൂണിവേഴ്സ് പറയും. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്? അവർ ഈ കാണിക്കുന്ന മുഖമൊന്നുമല്ല. അവരുടെ ഉള്ളിൽ ഒരുപാട് തകർച്ചയിലൂടെയും അവർ ഭൂമിയുടെ ആ ഒരു ക്രസ്റ്റ് കണ്ടു എന്ന് വേണമെങ്കിൽ അത്രയും തകർന്ന് തരിപ്പണാൻ വീണിട്ടുണ്ട്. പക്ഷെ അവർ ആരെയും മുഖം കാണിക്കാത്തതാണ്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ലൈഫിലേക്ക് സ്ലോ ആയിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ കാർഡ്സ്. ആൻഡ് ലവേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട്. മേ ബി ഇതിൽ കാണുന്ന ആളുകൾക്ക് അവരുടെ റിയൽ ആയിട്ടുള്ള പാർട്ട്ണറിനെ കണ്ടുമുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ചിലവർക്ക് ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, ചിലവർക്ക് സോൾമേറ്റ്സ് ആയിരിക്കും. അതാണ് ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ലവേഴ്സിനൊക്കെ നെയ്ക്കഡാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലവർക്ക് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭയങ്കര സൊസൈറ്റി കോൺഷ്യസ് ഉള്ളവർക്ക് ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ലവേഴ്സ് തന്നെ. ഇത് നമ്മൾ ചിരിച്ചു വരുമ്പോൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരബോധമല്ല, സോൾ കോൺഷ്യസ്നെസ് ആണ്. ഈ യൂണിവേഴ്സായി കണ്ടുമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മളുടെ
സോളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ സോളിൽ ഡ്രസ്സോ വേഷമോ ഒന്നുമില്ല, എനർജിയാണ്. ആ എനർജിയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ടാരോ പഠിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും, അല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ടീമേരുണ്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. അത് നിങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻ തടയുകയാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മ കിട്ടുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ നിങ്ങൾക്കാണ്, ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കുക. ടാരോ വിശ്വസിക്കുന്നവർ മാത്രമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ അതിൽ കണ്ടിട്ട് വലുത് കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു 15 മിനിറ്റിൽ 10 മിനിറ്റ് 10 നിങ്ങൾക്ക് വേറെ കാര്യത്തേക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. ടൈമിനെ എപ്പോഴും പ്രഷ്യസായി കണ്ടുകൊണ്ടിരിക്കുക, അതിനെ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുക. ഫോണിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളയാതിരിക്കുക കേട്ടോ. കാരണം അത്രയും പ്രഷ്യസാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പോവാം. അതിന് മുന്നേ നമ്മളുടെ ലൈഫൊന്ന് സെറ്റാക്കുക ഉദ്ദേശിക്കുന്നത് കുറേ ബിൽഡ് ചെയ്ത് കുറേ സമ്പത്ത് നേടാനല്ല, നമ്മുടെ ആത്മാവിൽ വേണ്ട സമ്പത്തുകൾ നിറച്ചിട്ട് നിങ്ങൾ പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ എഗെയിൻ ബാക്ക് ടു ഇതിലേക്ക് തിരിഞ്ഞ് വരേണ്ടി വരും. ആൻഡ് 10 of Wands ആണ്. നിങ്ങളെ പേഴ്സൺ വളരെയധികം വേദനയിലൂടെ അല്ലെങ്കിൽ തകർന്ന് ഇങ്ങനെ ഒരുപാട് ഭാരം ഇനി ഏൽക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനില്ല. അതാണ് ഈ കാണിക്കുന്നത്. നാളെ എന്താണെന്ന് അറിയുന്നില്ല, ഒരു പോക്കിൽ പോവുകയാണ്. ഇങ്ങനെ ആ ഒരു സ്ട്രഗ്ലിങ് ഫേസിലൂടെ ഇങ്ങനെ അതിൽ നിന്ന് കടന്ന് പോകാനും അറിയുന്നില്ല, എന്നാൽ അതിൽ നിൽക്കാതെയും പറ്റില്ല. കാരണം ഒരുപാട് തലയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഭാരങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഇവർ കൂടെ നിന്ന് ആരൊക്കെ ചീറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്, അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവർ കൂടുതൽ എവേക്കനിങ് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരും, പക്ഷേ ഇപ്പോഴല്ല. അവരിതൊക്കെ ബാലൻസ് ചെയ്ത് അവരെ തന്നെ ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ അവരെന്തൊക്കെയാണ് ഹൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്. ഒരു ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോകുന്നത്. അവർ മായാലോകമൊക്കെ കണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി അതിൻ്റെ കുറച്ച് എനർജി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. എവിടേക്ക് തിരിയണം, എന്താണ് എനിക്ക് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഈ ചിറ്റ്സ് നോക്കാം. ട്രൈം, അപ്പോൾ അവരുടെ ലൈഫിൽ സക്സസ് അല്ലെങ്കിൽ അവർക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് 7 ആണ് യൂണിവേഴ്സൽ നമ്പർ. പവർ സ്ട്രെങ്ത്, അവരും അവരുടെ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത്തിലേക്ക് വരുന്നുണ്ട്. ആക്സിലറേറ്റഡ് മോഷൻ, അവരിപ്പോൾ അങ്ങനെ ഒരു സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റോപ്പില്ലാത്തൊരു ബസ് പോണ പോലത്തെ കാണാറുണ്ട്. സഫറിങ് ഇൻ സൈലൻസ്, യെസ്, ഇതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത്. അവർ വളരെയധികം ഡൗൺ ആണെന്ന് നമുക്ക് റീഡ് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടും. എന്നാലും പക്ഷേ നമ്മൾ ടാരോ റീഡിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുന്നത്. അതോറിറ്റി, അവർ പല അതോറിറ്റിയുടെയും അണ്ടറിൽ ഇങ്ങനൊരു വർക്കർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, അവരവരുടെ ലൈഫിൻ്റെ പല കാര്യങ്ങളും ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് ഫൗണ്ടേഷൻസ്, അവരുടെ റൂട്ട് ചക്ര ഇംബാലൻസ് ആണെങ്കിൽ അത് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈഗോ ക്ലാഷിങ്, ഈഗോ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. യെസ്, എഗെയിൻ ട്രൈം സക്സസ് ആണ്. അവരുടെ ലൈഫിൽ അവർ വിജയിക്കണം. എങ്ങനെയൊക്കെ വീണ് പോയാലും അവർക്ക് വിജയിച്ച് മുന്നേറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. യെസ്, റീയൂണിയൻ ഈസ് നിയർ. ഒരുപാട് പേർക്ക് റീയൂണിയൻ എന്ന് പറയുന്നത് കൂടിച്ചേരലായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടുമുട്ടണതായിരിക്കാം, അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം ജസ്റ്റ് ഒരു മീറ്റപ്പ് ആയിരിക്കാം. ഇതും റീയൂണിയൻ നമുക്ക് പറയാം കേട്ടോ. പെർമനൻ്റ് എന്നതല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ സ്റ്റേജ് അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം സഫറിങ് ആണ്. അവർക്ക് അവരുടെ പെയിൻസ് ഷെയർ ചെയ്യാനും ആരുമില്ല, കേൾക്കാനും ആരുമില്ല. നിങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു നല്ല അഡ്വൈസസ് കിട്ടിയതിനെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടുകൂടി അവരുടെ ഈഗോ ക്ലാഷ് ആവുന്നുണ്ട്. ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് പോകുന്നത്. അവർ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഫെമിനിൻ എനർജിയുടെ അവർക്ക് ഇമോഷണൽ സൈഡ് എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അത് മെല്ലെ അവരിലേക്ക് യൂണിവേഴ്സ് പല രീതിയിലൂടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് നൈറ്റ് ഓഫ് കപ്പായിട്ട് വരുന്നതാണ് കേട്ടോ. ബിക്കോസ് നല്ലൊരു കണക്ഷനായിട്ട് ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. ആൻഡ് അവരെടുത്ത ചോയ്സസ്, അവരുടെ തെറ്റായിട്ടുള്ള ചോയ്സസ് കൊണ്ടാണ് അവരുടെ ലൈഫ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. ഇത് കാണുന്നവരോട് മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുക. ഒന്നും പേടിക്കേണ്ട ആവശ്യമല്ല. ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കരുത്. ഈ ഹെൽപ്പ് മേ ബി മറ്റുള്ളവരിൽ നിന്ന് സഹായമായിരിക്കും, അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെൽപ്പായിരിക്കും. സ്പിരിച്വൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഹീലിങ്സ് എടുക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക നിങ്ങളുടെ കണക്ഷനെ പറ്റിയിട്ടും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടും എന്താണ് എൻ്റെ മേജർ ബ്ലോക്സ്, അങ്ങനത്തെയൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും. വേണമെങ്കിൽ പാസ്റ്റ് ലൈഫിൽ പോയി നോക്കാം, ആകാശ റെക്കോർഡ്സ് റീഡിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, അറിയുക, വർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ഇതിലും പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൊടുത്താലാണ് അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുള്ളൂ. മിററിങ് ആണ് എല്ലാം, അത് ഏത് ജേർണി ആണെങ്കിലും. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മെസ്സേജസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞത് റെസൊനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ വേണമെങ്കിൽ നാളേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യൂട്ടോ. ഇന്ന് ഉണ്ടാവില്ല റീഡിങ്സ്, ഇന്ന് ബുക്ക് ചെയ്തിട്ട് നാളെ നിങ്ങൾക്ക് റീഡിങ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. അതുപോലെ എന്തെങ്കിലും ക്രിസ്റ്റൽസൊക്കെ, ഒരു ക്രിസ്റ്റൽസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ എന്ത് ഇഷ്യൂ ആണ് അതിനനുസരിച്ചിട്ടാണ് ക്രിസ്റ്റൽസ് ചോദിക്കുക. ഇപ്പോൾ ഹെയർ ഗ്രോത്ത്, മുടി നന്നായി വളരാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽ 2 പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് ഒരു കുട്ടി ചോദിച്ചപ്പോഴാണ്, ഓരോരുത്തർ ചോദിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് ചോദിച്ച് നമ്മൾ ക്രിസ്റ്റൽസ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അക്യുമറിൻ ആരോ ചോദിച്ചിരുന്നു, ഞാൻ ഇവിടെ യൂട്യൂബിൽ എനിക്കത് പേയ്മെൻറ്റും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ബെറ്റർ വാട്സപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും അതിൻ്റെ ഫോട്ടോസും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റോൺസും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കോമ്പിനേഷൻസ് വേണമെങ്കിൽ പോലും സ്റ്റോറിൽ നിന്ന് അവർ ചെയ്ത് തരുന്നത്. കാരണം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത്, മുംബൈയിലുള്ളത്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഭയങ്കര ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നു. എൻ്റെ കയ്യിലും ഒരുപാട് ക്രിസ്റ്റൽസ് ഞാനും വാങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നതാണത്. ഓക്കെ കേട്ടോ, നല്ല ക്രിസ്റ്റൽസാണ്, മീൻസ് സെമി പ്രഷ്യസ് സ്റ്റോൺസാണ്, പക്ഷെ നല്ല ഗ്രേഡഡ് ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ റേറ്റ് ഉണ്ടായിരിക്കും. ആ റേറ്റ് ഉള്ളത് അത്രയും അതിൻ്റെ എനർജി, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നമുക്ക് സെൽഫ് ലവ് ഉള്ളവർ എപ്പോഴും നമ്മൾ നല്ല സാധനങ്ങൾ വാങ്ങും. കുറേ പേര് കണ്ട പൈസ ഉണ്ടെങ്കിലും നമുക്ക് പൊട്ട സാധനങ്ങൾ അല്ലെങ്കിൽ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ നമ്മളെ അത്ര വാല്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് നോക്കിയാലും നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളോട് മതിപ്പില്ല, മനസ്സിലായി? ഇതൊക്കെ മിററിങ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മളോട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെയാണ് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്നോട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ലൈഫ് എപ്പോഴും ഇങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽസൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതുകൊണ്ട് നാളെ ടാരോ അല്ല, ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2nd ബാച്ച് പോലെയാണ്. ഫസ്റ്റ് ലെവലിലാണ് 4 മെത്തേഡിലൂടെ പഠിക്കാൻ സാധിക്കും. പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ഇത് മെസ്സേജ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടർ ശ്രീ ലെവൽ എന്ന ചാനലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. നമുക്ക് യൂട്യൂബിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയും ഫ്രീ റീഡിങ്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. പോർട്ടൽസ് വരുമ്പോഴും ഫുൾ മൂണൊക്കെ വരുമ്പോഴും ഓരോരുത്തർക്കും ഓരോ കാർഡ്സ് പിക്ക് കാർഡ് പോലെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു.